നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഭഗവത്ഗീത പഠിക്കാം. നമുക്കറിയാം, ശ്രീമദ് ഭഗവത്ഗീത ഇതൊരു വേദാന്ത ഗ്രന്ഥമാണ്. ശ്രീ ശങ്കരാചാര്യർ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ഇത് മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം നടക്കാൻ പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ അർജുനന് ഭഗവാൻ കൃഷ്ണൻ ഉപദേശിക്കുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. പതിനെട്ട് അധ്യായങ്ങളാണ് ഈ ഭഗവത്ഗീതയിലുള്ളത്. ക്രമേണ ഏതൊക്കെയാണ് അധ്യായങ്ങളെന്ന് പറയട്ടെ. അർജുന വിഷാദയോഗം, സാഖ്യയോഗം, കർമ്മയോഗം, ജ്ഞാനകർമ്മസന്യാസയോഗം, കർമ്മസന്യാസയോഗം, ആത്മസംയമയോഗം, ജ്ഞാനവിജ്ഞാനയോഗം, അക്ഷരബ്രഹ്മയോഗം, രാജവിദ്യാരാജഗുഹ്യയോഗം, വിഭൂതിയോഗം, വിശ്വരൂപദർശനയോഗം, ഭക്തിയോഗം, ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗം, ഗുണത്രയ വിഭാഗയോഗം, പുരുഷോത്തമയോഗം, ദൈവാസുര സമ്പദ് വിഭാഗയോഗം, ശ്രദ്ധാത്രയ വിഭാഗയോഗം, മോക്ഷസന്യാസയോഗം. ഇവയാണ് ആ 18 അധ്യായങ്ങൾ. ഇതിൽ ആദ്യത്തെ 2 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അർജുന വിഷാദയോഗവും സാഖ്യയോഗവും നോക്കാം. 1-ാം അധ്യായം അർജുന വിഷാദയോഗം. ധൃതരാഷ്ട്ര ഉവാച: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രർ പറഞ്ഞു: സഞ്ജയ, അല്ലയോ സഞ്ജയ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുയുത്സവഃ, യുദ്ധേച്ഛുക്കളായി, യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായി കൂടിയ, സമവേത കൂടിയ, മാമകാഹ എൻ്റെ പുത്രന്മാരും, പാണ്ഡവാഹ പാണ്ഡുവിൻ്റെ പുത്രന്മാരും, കിമകുർവത എന്താണ് ചെയ്തത് എന്ന്. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് സഞ്ജയൻ യുദ്ധം നടക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ അവിടെ കൊട്ടാരത്തിൽ ഇരുന്നത് കൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. സഞ്ജയൻ അങ്ങനെ ഒരു ദിവ്യദൃഷ്ടി അനുഗ്രഹമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ സഞ്ജയനോട് ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ്, എന്താണ് ധർമ്മഭൂമിയായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരായിട്ടുള്ള എൻ്റെ പുത്രന്മാരും പാണ്ഡുവിൻ്റെ പുത്രന്മാരും എന്താണ് ചെയ്തത് എന്നതാണ് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് വളരെ ഗഹനമായ അർത്ഥങ്ങളുള്ള ഒരു വേദാന്ത ഗ്രന്ഥമാണ്. അതിൻ്റെ അർത്ഥമൊന്നും ചിന്തിക്കാൻ എന്താണ് പറയുക, അത്ര അധികം നല്ലോണം പഠിക്കണം, അങ്ങനെയുള്ളവർക്കേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സാമാന്യമർത്ഥമാണ്, പരീക്ഷാദൃഷ്ടിയിൽ മാത്രമാണ് എന്നുള്ളത് മനസ്സിലുണ്ടാവണം. അടുത്തത് സഞ്ജയ ഉവാച. സഞ്ജയൻ പറഞ്ഞു: ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനഃ തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനം അബ്രവീത്. സഞ്ജയൻ പറഞ്ഞു, സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, ആ സമയം അണിനിരന്ന് നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് രാജാവായിട്ടുള്ള ദുര്യോധനൻ ആചാര്യം ഉപസംഗമ്യ, ദ്രോണാചാര്യൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു,
വചനം അബ്രവീത്, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി അണിനിരന്ന് നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് രാജാവായിട്ടുള്ള ദുര്യോധനൻ ആചാര്യൻ്റെ അടുത്ത് ചെന്നിട്ട്, ആചാര്യൻ ആരാണ്? ദ്രോണാചാര്യരാണ്. ഇവരുടെ എല്ലാം ഗുരുവാണ്. പാണ്ഡവരുടെയും കൗരവരുടെയും ഒക്കെ ആയോധന കല പഠിപ്പിച്ച ഗുരുനാഥനാണ് ദ്രോണാചാര്യർ. അപ്പോൾ ആ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. മൂന്നാമത്തെ ശ്ലോകം: പശ്യൈതാം പാണ്ഡുപുത്രാണാമാചാര്യമഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യൈതാം പാണ്ഡുപുത്രാണാമാചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ആചാര്യ, അല്ലയോ ആചാര്യ, അങ്ങയുടെ സമർത്ഥനായിട്ടുള്ള ശിഷ്യനും തവ ധീമതാ ശിഷ്യേണ, അങ്ങയുടെ സമർത്ഥനായിട്ടുള്ള ശിഷ്യനും ദ്രുപദപുത്രേണ തവ ധീമതാ ശിഷ്യേണ ദ്രുപദപുത്രേണ, അങ്ങയുടെ സമർത്ഥനായിട്ടുള്ള ശിഷ്യനും ദ്രുപദപുത്രനുമായിട്ടുള്ള ധൃഷ്ടദ്യുമ്നൻ വ്യൂഹം ചമച്ച് നിർത്തിയിരിക്കുന്ന ശക്തമായ ഈ പാണ്ഡുപുത്രന്മാരുടെ മഹാസൈന്യത്തെ കണ്ടാലും എന്ന് പറയാണ്. അതായത് ദ്രുപദപുത്രനായ ധൃഷ്ടദ്യുമ്നൻ വളരെ സമർത്ഥനാണ്. അദ്ദേഹം ദ്രോണാചാര്യരുടെ തന്നെ ശിഷ്യനാണ്. ആ ശിഷ്യൻ്റെ നേതൃത്വത്തിൽ വ്യൂഹം ചമച്ച് നിൽക്കുന്ന പാണ്ഡുപുത്രന്മാരുടെ സൈന്യത്തെ, മഹാസൈന്യത്തെ അങ്ങ് കണ്ടാലും എന്ന് ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുകയാണ്. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. ഇനി അടുത്ത ശ്ലോകം: അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ ധൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. ഈ സൈന്യത്തിൽ ആരൊക്കെയുണ്ട് എന്ന് പറയണം. ഈ സൈന്യത്തിൽ ശൂരന്മാരും വില്ലാളി വീരന്മാരും യുദ്ധസാമർഥ്യത്തിൽ ഭീമാർജുന തുല്യന്മാരുമായിട്ടുള്ള സാത്യകി, വിരാടൻ, മഹാരഥനായ രാജാ ദ്രുപദൻ, ധൃഷ്ടകേതു, ചെയ്കിതാനൻ, വീര്യവാനായ കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, നരോത്തമനായ ശൈബ്യൻ, ശക്തനായ യുധാമന്യു, വീരനായ ഉത്തമൗജസ്, സുഭദ്രാസുതനായ അഭിമന്യു, ദ്രൗപദീപുത്രന്മാർ എന്നിവരുണ്ട്. എല്ലാവരും മഹാരഥന്മാരുമാണ്. അപ്പോൾ പാണ്ഡവരെ കൂടാതെ ആരൊക്കെയാണ് ഈ യുദ്ധത്തിൽ പാണ്ഡവരുടെ കൂടെ പങ്കെടുക്കുന്ന മഹാന്മാർ എന്ന് പറയുന്നതാണിത്. അടുത്തത്: അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ദ്വിജോത്തമ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഇനി നമ്മുടെ പക്ഷത്തെ മുഖ്യ യോദ്ധാക്കൾ ആരാണെന്ന് ഞാൻ പറയാം. ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയാണ്, ഇനി അസ്മാകം തു വിശിഷ്ടായേ, നമ്മുടെ പക്ഷത്തിൽ ആരൊക്കെയാണ് മിടുക്കന്മാരായിട്ടുള്ള സേനാപതികൾ എന്ന് അറിഞ്ഞാലും അങ്ങയുടെ അറിവിലേക്കായി ഞാൻ പറഞ്ഞു തരാം. അങ്ങയ്ക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാമെന്ന് ദുര്യോധനൻ പറയുന്നു. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. അതായത് ദ്രോണർക്ക് അറിയാണ്ടല്ല ആരൊക്കെയാണ് നമ്മുടെ പക്ഷത്തിലുള്ളതെന്ന്. പക്ഷേ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
യുദ്ധം തുടങ്ങാൻ പോവുകയാണ്, ശത്രുപക്ഷത്തിൽ ഇത്ര ബലവാന്മാരുണ്ട്, നമ്മുടെ പക്ഷത്തിൽ ഇങ്ങനെയാണ് സ്ഥിതി എന്നൊക്കെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് യുദ്ധം എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഭവാൻ നമ്മുടെ പക്ഷത്തിൽ, കൗരവപക്ഷത്തിൽ അങ്ങുണ്ട്, ദ്രോണാചാര്യരുണ്ട്, ഭീഷ്മരുണ്ട്, കർണനുണ്ട്, കൃപശ്ച ജയശീലനായ കൃപരുണ്ട്, എപ്പോഴും ജയിച്ച ശീലമുള്ള കൃപരുണ്ട്, അതുപോലെ അശ്വത്ഥാമാവുണ്ട്, വികർണനുണ്ട്, സോമദത്ത പുത്രനുണ്ട്. അതായത് ഭൂരിശ്രവസിനെയാണ് സോമദത്ത പുത്രൻ എന്ന് പറയുന്നത്. ഇവരൊക്കെയാണ് നമ്മുടെ പക്ഷത്തിലുള്ളത് എന്ന് പറയുന്നു. പിന്നെ ഇനി പറയുന്നു, അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിതാ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാ. ഇപ്പം ഇത്രയും പേര് മാത്രമല്ല നമ്മുടെ പക്ഷത്തിലുള്ളത്, ഇനിയും വളരെയേറെ ശൂരന്മാരുണ്ട്, പലതരത്തിലുള്ള ആയുധധാരികളായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് നിൽക്കുന്നവരാണ്, നല്ല രീതിയിൽ ആയോധനം അഭ്യസിച്ചവരുമാണ് അവർ എന്ന് ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.